സജി നന്ദ്യാട്ടിനെതിരെ ബി ഉണ്ണികൃഷ്ണൻ ഫിലിം ചേംബറിൽ പരാതി നൽകി. അഭിനേതാക്കളെക്കാൾ കൂടുതൽ ടെക്നീഷ്യന്മാർ ലഹരി ഉപയോഗിക്കുന്നുവെന്ന ചാനൽ ചർച്ചയിലെ പരാമർശത്തിന് എതിരെയാണ് ഈ പരാതി. അതേസമയം സിനിമാ സംഘടനകളുടെ മേധാവിത്വം എടുക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള പ്രതികരണമാണ് ഉണ്ണികൃഷ്ണ പ്രകോപനത്തിന് ഇടയാക്കിയത് എന്നാണ് സജി നന്ദ്യാട്ടിന്റെ മറുപടി. കള്ളപ്പേപ്പറും പേനയുണ്ട് ആർക്കെതിരെയും പരാതി കൊടുക്കാമല്ലോ. ഫെഫ്കയ്ക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു. ഫെഫ്കയിലെ തൊഴിലാളികൾ നമ്മുടെ സുഹൃത്തുക്കളല്ലേ, അവർ നല്ല ആൾക്കാരാണ്. ഫെഫ്കയ്ക്കെതിരായിട്ടോ ഉണ്ണികൃഷ്ണനെതിരായിട്ടോ ഞാൻ പറയില്ല. ഉണ്ണികൃഷ്ണന് ഇതിനകത്ത് പ്രത്യേക അജണ്ട ഉണ്ടാവും. കാരണം ഫിലിം ചേംബർ എന്ന് പറയുന്ന സംഘടന ഇന്ന് വലിയ യശസ്സിൽ നിൽക്കുകയാണല്ലോ. ഞങ്ങളുടെ നിർമ്മാതാക്കളോ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ നമ്മുടെ തിയേറ്ററുകാർക്കൊക്കെ അഭിമാനമായി മാറി ഒരു സംഘടനയായി മാറിയുന്നത്. അപ്പോൾ അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹം ഞങ്ങളെ പ്രൊഡ്യൂസറെ കൊണ്ടുപോയി അവിടെ എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നൊക്കെയുള്ള സംഭവത്തിൽ ഞാൻ പ്രതികരിച്ചല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ഒരു കുത്തിത്തിരിപ്പെന്ന് പറയാം. അത് അദ്ദേഹം പണ്ട് പോലെ എന്നോടുള്ള 1989 കോട്ടയം CMS കോളേജിൽ അദ്ദേഹത്തിൻ്റെ പാനലിനെ എൻ്റെ പാനലിനെ തോപ്പിച്ചമാരുള്ളൊരു പേഴ്സണൽ ഇതാണ്. എനിക്ക് പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം നല്ലൊരു തന്ത്രശാലിയാണ്. ബിനിൽ വിവരങ്ങൾ അയച്ചിട്ടുണ്ട്. ബിനിൽ, സജി നന്ദ്യാട്ടിനെതിരെ ബി ഉണ്ണികൃഷ്ണൻ ഫിലിം ചേംബറിൽ പരാതി നൽകിയിരിക്കുകയാണ്. അഭിനേതാക്കളെക്കാൾ കൂടുതൽ ടെക്നീഷ്യന്മാർ ലഹരി ഉപയോഗിക്കുന്നു എന്ന ചാനൽ ചർച്ചയിലെ പരാമർശം അത് നമ്മുടെ ചാനലാണ്, മാതൃഭൂമി ന്യൂസിലാണ്. നമ്മുടെ അതിഥിയായി ബ്രേക്കിംഗ് ന്യൂസിൽ ഇരിക്കുമ്പോഴാണ് സജി നന്ദ്യാട്ട് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. എണ്ണത്തിൽ അവരാണല്ലോ കൂടുതൽ. അഭിനേതാക്കൾ സജീവമായി നിൽക്കുന്നവർ 100-100 താഴെയല്ലേ വരികയുള്ളൂ. പക്ഷേ ടെക്നീഷ്യന്മാർ അങ്ങനെയാണോ? 10,000 പേരെങ്കിലും അല്ലെങ്കിൽ അതിന് മുകളിലും വരില്ലേ? അപ്പോൾ സ്വാഭാവികമായും അവരാണ് എണ്ണത്തിൽ കൂടുതൽ എന്നതായിരുന്നു സജി നന്ദ്യാട്ടിന്റെ പ്രതികരണം. അത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണയും സംഘത്തെയും പ്രകോപിപ്പിക്കുന്നത്? രതീഷ്, ഈ ഫിലിം ചേംബറിന് മുന്നിലേക്ക് ഒരു പരാതിയായി എത്തി എന്നത് ഫിലിം ചേംബറിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വിവരം. പക്ഷേ ഫെഫ്കയോ ബി ഉണ്ണികൃഷ്ണനോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിന് തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവർ ഇപ്പോഴും വ്യക്തത നൽകുന്നില്ല. പക്ഷേ ഇതിൽ സജി നന്ദ്യാട്ട് തന്നെ പരസ്യമായി രംഗത്ത് വരികയും ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ട്, ആ പരാതി ഇന്ന് തന്നെ ഈ ചേംബർ ചർച്ച ചെയ്യും എന്നതാണ് സജി നന്ദ്യാട്ട് പറയുന്നത്. അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ടെക്നീഷ്യന്മാരെ അടച്ചാക്ഷേപിച്ചു സജി നന്ദ്യാട്ടിന്റെ ചാനൽ ചർച്ചകളിലെ പല പ്രതികരണങ്ങളും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, ഈ വ്യക്തിയെ നിയന്ത്രിക്കണം എന്ന രീതിയിൽ ഒരു പരാതി വന്നിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച ഈ ചേംബറിന്റെ നിലപാട് ഇന്ന് വ്യക്തമാകുകയും ചെയ്യും. സജി നന്ദ്യാട്ട് പറയുന്നത് വളരെ പഴയ ഒരു കാര്യമാണ്. കഴിഞ്ഞ 10-35 വർഷം മുൻപ് കോളേജ് രാഷ്ട്രീയ കാലഘട്ടത്തിലുണ്ടായ അഭിപ്രായ ഭിന്നതകളുടെ തുടർച്ചയായിട്ട് ബി ഉണ്ണികൃഷ്ണൻ തന്നെ പിന്നാലെ നടക്കുന്നു, തനിക്കെതിരെ വ്യക്തി വൈരാഗ്യം വച്ചു പുലർത്തുന്നു എന്നതാണ് സജി നന്ദ്യാട്ടിന്റെ ആരോപണം. എന്തായാലും പഴയ കോളേജ് കാലങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സജി നന്ദ്യാട്ട് ബി ഉണ്ണികൃഷ്ണന് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. സജി നന്ദ്യാട്ടിന് മറുപടിയില്ല എന്നതാണ് ഫെഫ്ക ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്.